ഈ ബെന്നി ബെഹനാൻ ആരാണെന്ന് എന്നേക്കാൾ കൂടുതൽ ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രവർത്തകർക്കറിയാം. ഇയാളൊരു 45 വർഷം മുമ്പ് ഇതുപോലെ ഒരു അന്വേഷണം നടത്താനായിട്ട് കിഴക്കമ്പലത്ത് വന്നിറങ്ങി. അന്ന് എൻ്റെ അച്ഛനായിരുന്നു ഞങ്ങളുടെ അനാലുമിനിയം കമ്പനിയുടെ മുമ്പിൽ വന്ന് ഇറങ്ങിയത്. കാറിൽ വന്ന് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. പിന്നെ അടിവസ്ത്രം പോലും ഇല്ലാതെയാണ് 1.5 കിലോമീറ്റർ ഓടിയത്. അന്നത്തെ ആ ചുരുക്ക് ഇന്നും അയാൾക്ക് കിടക്കുന്നുണ്ട്. ഈ കിഴക്കമ്പലത്ത് കോൺഗ്രസ് നശിക്കാനായിട്ട് പ്രധാന കാരണക്കാരൻ ഈ ബെന്നി ബെഹനാനാണ്. ഇയാളുടെ വാക്ക് കേട്ട് ഇവിടെയുള്ള കുറേ അലവലാദികൾ അയാളുടെ കൂടെ കൂടി. അങ്ങനെ കിഴക്കമ്പലത്ത് കോൺഗ്രസ് പാർട്ടി ഇല്ലാതെയായി. ഇപ്പോൾ 10 വർഷമായിട്ട് ഒരു മെമ്പറെ പോലും വിജയിപ്പിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. ഇനി അതുപോട്ടെ, എറണാകുളം ജില്ല എടുക്കുക. ഈ എറണാകുളം ജില്ലയിലായാൽ തന്നെയും ഇയാൾ ഉണ്ടാക്കി ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുത്തിത്തിരിപ്പ് കാരണമാണ് പാർട്ടി നശിച്ചത്. ഇനി സംസ്ഥാനത്തെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിസം ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരകൻ ഇയാളാണ്. ഇയാൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. സാധാരണ നമ്മൾ പണ്ട് പറയില്ലേ, ഈ 40 വെള്ളിക്കാശിന് ഒറ്റി കൊടുത്തു എന്ന് പറയില്ലേ. ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ അവസാന കാലഘട്ടത്ത് പുള്ളിയുടെ ക്യാൻസർ സംബന്ധമായിട്ട് ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോയി. ഈ ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവരുടെ കുട്ടികളെ കൂടാതെ ഭാര്യയും കുട്ടികളും ഉണ്ട്. അതുകൂടാതെ ഇയാളും കൂടെ പോയി. ഇയാൾ കൂടെ പോയിട്ട് ഈ കുട്ടികൾ, അതായത് അവർ പറഞ്ഞു ഇതിൻ്റെ പപ്പയുടെ ചിലവ് മുഴുവൻ ഞങ്ങളെടുത്തോളാം, അതിനുവേണ്ടി ആരും ഒരു പൈസ ചിലവാക്കണ്ട, അവരാണ് എടുത്തത്. പക്ഷേ ഈ പുള്ളി കൂടെ പോയി എന്തിനാണെന്നറിയോ? ആ ജർമ്മനി പോയി ഇരുന്നിട്ട് ഈ കെയർ ഓഫിൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് പിരിവ് മേടിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും അടുത്ത ശിഷ്യൻ ചെയ്ത കാര്യമാണ്. അത് ആരോടാണ് ചെയ്തത്? ഉമ്മൻചാണ്ടിയോട്. അതുപോലെയുള്ള ഒരാളാണ് ഇപ്പോൾ 2020 അഴിമതി പുറത്തു കൊണ്ടുവരുമെന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, ഈ മഞ്ഞപ്പിത്തമുള്ളവനൊക്കെ എല്ലാം മഞ്ഞയായിട്ട് തോന്നും. കാരണം അയാൾ വളർന്നതും ജനിച്ചതും ജീവിച്ചതുമെല്ലാം ഈ അഴിമതി നടത്തിയ. ഇപ്പോൾ ഏതാണ്ട് 8 വർഷമായി ചാലക്കുടിയിൽ അയാൾ MP. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ജീവിയെ പുള്ളി, അല്ലെങ്കിൽ ജനങ്ങൾ കണ്ടിട്ടില്ല. ഈ 8 വർഷം കൊണ്ട് എന്താണ് നിങ്ങൾ ചാലക്കുടിയിൽ നടപ്പിലാക്കിയെന്ന് വെച്ചാൽ ഒരു കാര്യം പോലും പറയാണ്ടാവില്ല. കുറേ ഹൈമാസ് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടെന്ന് പറയും. ഇതല്ലാതെ വേറെ ഒരു സംഗതി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടെ നടന്ന് സ്വന്തം ഗുരുവിനെ തന്നെ, അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും റൈറ്റ് ഹാൻഡായിട്ടുള്ള ഒരാൾ, അയാളുടെ അസുഖം വന്ന് കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ആ കെയർ ഓഫിൽ അവിടെ നിന്ന് ഫോൺ വിളിച്ച് പിരിവ് മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് അയാൾക്ക് വേണ്ടി ചിലവാക്കണമെന്ന് മനസ്സിലാക്കാം. ആ ആളാണ് പറയുന്നത് 2020 ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് ശരിയാക്കി കളയുന്നു. ഇവിടെ പിണറായിയുടെ പോലീസ് 85 തവണ കയറി ഇറങ്ങി ഇവരെ വിജിലൻസ് പരിശോധനയ്ക്ക്. കാരണം ഈ കേരളത്തിൽ 941 പഞ്ചായത്തുകളുണ്ട്. ഇവിടെ ഒന്നും വിജിലൻസ് കയറണില്ല. കാരണം അവിടെയൊക്കെ ഭരിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റാണ്. ഈ 2020 പഞ്ചായത്തിൽ മാത്രം ഇതുപോലെ എല്ലാ മാസവും 3-4 പ്രാവശ്യം കയറി ഇറങ്ങി. 1 രൂപയുടെ ഒരു പൈസയുടെ അഴിമതി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇയാളല്ല, ഇനി CBI കൊണ്ടുവന്നോട്ടെ, KGB കൊണ്ടുവരട്ടെ, CIA കൊണ്ടുവരട്ടെ, ധൈര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ഈ പരിപാടി ഞാൻ ഉപേക്ഷിക്കാം. അത് ഇവർ ഈ അഴിമതിയിൽ കൂടി മാത്രം ജീവിച്ച് അഴിമതി നടത്തി ജനങ്ങളുടെ പൈസ അടിച്ചു മാറ്റി ജീവിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അന്വേഷണത്തെ ഒന്നും ഞങ്ങൾക്ക് ഭയപ്പെടൊന്നുമില്ല. അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. ഈ പാർട്ടി തന്നെ ഇല്ല എന്ന് വേണ്ടാന്ന് ഞാൻ പറയാം. അങ്ങനെ ഒരു അഴിമതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ